എന്തായാലും വൈറ്റ് കളർ അങ്ങോട്ട് പേര് ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരുടെയും ബറാത്ത് നോമ്പ് നല്ല രീതിക്ക് കഴിഞ്ഞു പോയി എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളുടെയും നല്ല രീതിക്ക് കഴിഞ്ഞു പോയിട്ടാ. അപ്പോൾ അന്നത്തെ ഞാൻ ഉണ്ടാക്കിയ ഇഫ്താറിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇപ്പോൾ കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുതേ. ഇതപ്പോൾ ഞാനൊരു ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയില്ലേ പിസ്ത വെള്ളം എന്നൊക്കെ പറയില്ലേ, അത് പിസ്ത എസൻസ് ചേർക്കാതെ കസ്റ്റേർഡ് വെള്ളം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിന് ഞാൻ ആദ്യം 2 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു അരയല്ല 1/4 പഞ്ചസാര ഇട്ടിട്ടുണ്ട്. സെയിം കപ്പിന് തന്നെ ഉപയോഗിക്കാം. നമ്മളെ കയ്യിൽ മെഷർമെൻറ്റ് ഇല്ലയെന്ന് വെച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണോ ആ പാത്രത്തിൽ തന്നെ ബാക്കിയുള്ള എല്ലാതും എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റായിട്ട് കിട്ടിക്കോളും. പിന്നെ അതാ വേറൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡിൻ്റെ പൗഡർ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് കുറച്ച്, അതായത് ഒരു സ്ലറി പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ 2 കപ്പ് 2 കപ്പ് പാലെടുത്തുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 സ്പൂണ് കസ്റ്റേർഡ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ എത്ര കപ്പാണ് എടുക്കുന്നത് അതേ ടേബിൾ സ്പൂണിന് കസ്റ്റേർഡ് എടുക്കുക. അതാണ് കേട്ടോ ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. എന്നിട്ട് പാല് തിളച്ച് വന്ന പാലിലേക്ക് ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടൊന്ന് തണുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുക. പിന്നെ നമുക്കത് വേണ്ട ടൈമിൽ എടുത്തിട്ട് അടിച്ചാൽ മതി കേട്ടോ. അതിന് ശേഷം ഞാനിതാ ഒരു എന്താ പറയുക, നമുക്ക് നോമ്പായി തന്നെ നമുക്ക് വല്ലാണ്ട് സ്പൈസി അല്ലേ കേൾക്കാൻ തോന്നുക. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് കുറച്ച് സ്പൈസ് ഉള്ളത് കേൾക്കാനാണ് തോന്നുക. അപ്പോൾ ഞാൻ പൊട്ടാറ്റോ മസാല ബോണ്ട് ഉണ്ടല്ലോ, ആ സംഭവമാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കുന്ന സമയത്താണ് മൊസറല്ലയുടെ ചീസ് പൊട്ടിച്ചിട്ടിരുന്നിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേടുവന്ന് പോകും. അപ്പോൾ അതിൽ ഉള്ളിൽ ഫില്ലാക്കി വെച്ചിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചതാണ് കേട്ടോ. സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പാക്കാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ഇടയിൽ ഒരു സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല. കാരണം സിമ്പിളാണ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയുകൊണ്ട് നമ്മൾ ഈ പൊട്ടാറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ടാക്കില്ലേ, അതേപോലെ ചെറിയൊരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിലെ മസാല ബോണ്ടിൻ്റെയും ആ ഡ്രിങ്കിൻ്റെയും റെസിപ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. മസാല ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം പാന് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ പൊഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. ജീരകം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് വലിയ താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ സ്കിപ്പാക്കിയിട്ടുണ്ട്. അതിന് ശേഷം 2 ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 3 പൊട്ടാറ്റയും വലിയ പൊട്ടാറ്റയും 2 ഉള്ളിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് മുളക് ഉണ്ടെന്ന് വെച്ചെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിക്കാരം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ അതിൽ കാണിച്ചിട്ടില്ല, എൻ്റെ കയ്യിൽ നിന്ന് എന്തോ മിസ്സായി പോയി തോന്നുന്നു. അതിന് ശേഷം 1 ടേബിൾ സ്പൂണ് മീറ്റ് മസാലയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്, ചിക്കൻ മസാലയല്ല. 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, അത്ര മാത്രമേ ഞാൻ ഇതിൽ മസാല ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതല്ല നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മുടെ മാഗി ക്യൂബ് ഉണ്ടല്ലോ, അതൊരു പീസ് ഇട്ടാലും മതി കേട്ടോ. ആ സമയത്തൊന്ന് ഉപ്പൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. അതിനുശേഷം നമ്മൾ സ്മാഷ് ചെയ്ത പൊട്ടാറ്റോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു സമയത്തൊന്നും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പൊട്ടാറ്റോ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. ഇത് ലാസ്റ്റ് മിക്സ് ആക്കിയതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ടിട്ടുള്ളത് കേട്ടോ. അതങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, അതൊന്ന് മുന്നിട്ടാലും കുഴപ്പമില്ല. പക്ഷേ ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ നോമ്പിൻ്റെ ടൈമിൽ നമുക്ക് ഏറ്റവും പറ്റുന്നൊരു അബദ്ധമാണ് ഉപ്പിൻ്റെ കാര്യം. ചിലപ്പോൾ ഉപ്പിട്ട് വിചാരിച്ചിട്ട് നമ്മളെല്ലാം ഉണ്ടാക്കും, എന്നിട്ട് നോമ്പ് തുറക്കുന്ന സമയത്താവും അതിൽ ഉപ്പിട്ടിട്ടില്ല എന്നുള്ളത് ഓർമ്മ വരില്ല, മനസ്സിലാവുക. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ലാസ്റ്റാണ് കേട്ടോ എല്ലാത്തിലും ഉപ്പിടുക. കറിയിലാണെങ്കിലും എല്ലാത്തിലും ലാസ്റ്റാണ് ഞാൻ ഉപ്പിടുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതങ്ങനെ മറക്കൂല. ലാസ്റ്റ് അത് ഉപ്പിട്ടിട്ടില്ല എന്നുള്ളത് ഓർമ്മയിൽ അങ്ങനെ നിൽക്കും. പിന്നെ അതാ എൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടാണ്. അതിന് ശേഷം ഞാനിതാ മൊസറല്ലയുടെ ചീസ് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൈയിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് കേടുവരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ നമുക്ക് അപ്പത്തെ ആവശ്യത്തിന് വേണ്ടി കുറച്ചിങ്ങനെ എടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് അതാണ്ട് ഫില്ലാക്കിയിട്ട് ബാക്കിയുള്ളത് ഫ്രീസറിലേക്ക് വെക്കുക കേട്ടോ ചെയ്യാറുള്ളത്. എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ മസാല ബോണ്ട അത്യാവശ്യം ടേസ്റ്റ് ഉള്ളൊരു സംഭവമല്ലേ, അപ്പോൾ പിന്നെ അതിൽ കൂടെ ഫില്ലാക്കിയിട്ട് വെച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച് നോക്കിയതാട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. മോനിക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടോ. മോനിക്ക് ഇതേപോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനെപ്പോഴും അതിന് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും. എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആക്കി കാട്ടുമ്പോൾ എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആക്കി കാട്ടുമ്പോൾ അറിയും. പക്ഷേ എപ്പോഴും നമ്മൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയും വേണം, എന്താ പറയുക, വെറൈറ്റി ആവും
വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് അല്ലേ. അപ്പോൾ ഞാനതിങ്ങനെ പുതിയ പുതിയ റെസിപ്പീസ് ഇങ്ങനെ ഓരോന്ന് സിമ്പിളായിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുകയും ചെയ്യും. ഫോണിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വേഗം സേവ് ആക്കി വെക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ അത് ബോണ്ട മുക്കി പൊരിക്കാനുള്ള പൊടികൾ റെഡിയാക്കുകയാണ്. 1 കപ്പ് കടലമാവും 1/2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ കൂടെ ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും പിന്നെ കായത്തിൻ്റെ പൊടിയും അതും മസ്റ്റാണ്. കുറച്ച് കായത്തിൻ്റെ പൊടി എന്തായാലും ചേർക്കണം കേട്ടോ. ഇതേപോലെ മുക്കി പൊരിക്കുന്ന ഈ കൂട്ടിലേക്ക് കായത്തിൻ്റെ പൊടി ചേർക്കുകയെന്ന് വെച്ചെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ചെയ്യും കേട്ടോ. നമുക്ക് ഈ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഈ തട്ടുകട സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ അതേപോലെ അത് അവരൊരു സീക്രട്ട് റെസിപ്പിയാണ്. ഈ കായപ്പൊടി ചേർക്കുന്നതുകൊണ്ടാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ കായപ്പൊടി സ്കിപ്പാക്കണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അപ്പസോഡയൊന്നും ഞാൻ അതിൽ ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ ഇതേപോലെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളിൽ ഈ അപ്പസോഡ അതൊക്കെ അത്രയും മാക്സിമം ഞാൻ ഒഴിവാക്കാൻ നോക്കും. അതേപോലെ കളറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കാറുണ്ട് കേട്ടോ. പിന്നെ അത് അപ്പം തന്നെ ഞാൻ എടുത്ത് പൊരിക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം സമയമാവും ചെയ്തിരുന്നു. ഞാനൊരു 2 മണിക്കൊക്കെ ശേഷമാണ് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു 5:20 ബാങ്ക് കൊടുക്കും. അപ്പോൾ പിന്നെ വേഗം റെഡിയാക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ ഞാനിതിൽ ഒഴിച്ച വെള്ളം കുറച്ചൊന്ന് കൂടിപ്പോയേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി മൈദ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നല്ല കട്ടിയിൽ വേണം നമ്മുടെ മാവിരിക്കാൻ. ഇതുപോലെ വേണം കേട്ടോ. അതായത് നമ്മൾ സ്പൂണിൽ നിന്ന് വിട്ടുന്ന സമയത്ത് എന്താ പറയുക അങ്ങനെ ഒലിച്ചു പോവരുത്. ഇതേപോലെ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കണം. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ മൊത്തം ഞാനത് അതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. എന്നും മസാല കൊണ്ട് ഒരേ രീതിക്ക് ഉണ്ടാക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് നോക്കണമല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എന്തായാലും പറയണേ. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനം ഉണ്ടല്ലോ അത് ഞാൻ ഒന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നേ. അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കും വേണം. അതുപോലെ ഈ ഒരു ഡ്രിങ്കിലുണ്ടല്ലോ ക്യാരറ്റ് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുപോലെ പോമഗ്രാനൈറ്റ് പൊളിച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രസമായിക്കാരം. ഇങ്ങനെ കുടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാവും കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ആപ്പിൾ ഉണ്ടായിരുന്നത് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് നോക്കിയിരുന്നു. പക്ഷേ അത് കറുത്ത് പോയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അത് അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അടിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചാൽ മതി. കുറച്ച് മതി കേട്ടോ, കൂടുതലാവണ്ട. കുറച്ചുണ്ടെങ്കിൽ അത് കട്ടിയിൽ കുടിക്കാനാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇതിലിടാൻ പറ്റിയ ഒരു ഫ്രൂട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെറും ബേസിൽ സീഡ് മാത്രം കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെച്ചത് അങ്ങനെ ഒഴിക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയണം. സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്. കസ്റ്റേർഡ് പൊടിയും പാലും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിന് ശേഷം വാട്ടർമെലൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നമ്മളെ മുഹബത്ത് കാ സർബത്ത് ഉണ്ടല്ലോ, നമ്മളെ റൂ ഹബ്സൊക്കെ ഒഴിച്ചിട്ടുള്ളത്. എനിക്ക് റൂ ഹബ്സ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പ്രത്യേകിച്ച് നോമ്പ് കാലത്ത്. അപ്പോൾ അതൊക്കെ ഇട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതിന് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം കഷ്ണം വെട്ടിയിട്ട് അങ്ങനെ പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ കൂടുതലൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി വിചാരിച്ചിട്ട് പിന്നെ ഞാനതങ്ങനെ കഷ്ണം വെട്ടിയിട്ട് എടുക്കുക കേട്ടോ ചെയ്തേ. ഈ വാട്ടർമെലന് ആ കാണുന്ന വലിപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് തീരെ മധുരം ഉണ്ടായിരുന്നില്ല. ഇത് മോൻ പറഞ്ഞിട്ട് മേടിച്ചതാണ്. പക്ഷേ അവൻ തന്നെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് മധുരമല്ല എനിക്ക് മതി പറഞ്ഞിട്ട് അവൻ അവിടെ വെച്ചിട്ട് പോയിട്ടാണ്. അതൊന്നാമത് ഇപ്പോൾ തണ്ണിമത്തൻ്റെ സീസൺ അല്ലല്ലോ, അതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കണു. പിന്നെ ഫ്രിഡ്ജിൽ തിരഞ്ഞു നോക്കിയപ്പോൾ കുറച്ച് ഗ്രേപ്സ് ഇരുന്നിരുന്നു. അപ്പോൾ അതും കഴുകി ക്ലീൻ ആക്കിയിട്ട് അവിടെ വെച്ച്. പിന്നെ ഇതുണ്ടല്ലോ ബേസിൽ സീഡാണ് കേട്ടോ. ചിയ സീഡല്ല, ബേസിൽ സീഡ് നമ്മുടെ രാമത്തുളസി പറയില്ലേ ആ സാധനമാണ്. നല്ല എന്താ പറയുക നല്ല തണുപ്പാണ് ഈ ഒരു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ചൂട് കാലത്തൊക്കെ നോമ്പ് കാലം വരുന്ന സമയത്ത് ഭയങ്കര റീഫ്രഷിങ് ആവും കേട്ടോ. ഞാൻ അധികം ഇതന്നെയാണ് ഇവിടെ ഉപയോഗിക്കാറുള്ളത്. ചിയ സീഡ് അധികം ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോഴേക്കും ടൈം ആയിരുന്നു. അപ്പോൾ പിന്നെ വേഗം ക്ലാസ്സുകൾക്ക് ഒഴിച്ചു. പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് മാത്രമേ നോമ്പും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ വല്ലാണ്ട് അങ്ങോട്ട് ആർഭാടാക്കിയില്ല. എനിക്കും മോനിക്കും മാത്രമുള്ളത് ഒഴിച്ചു വെച്ചു കേട്ടോ. കാക്ക ഈ ടൈമിൽ വീട്ടിലുണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും പാടെ അങ്ങനെ നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ച്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ കൂടി ഞാൻ അധികം നോമ്പിന് ഒറ്റയ്ക്ക് തന്നെയാണ് നോമ്പ് തുറക്കുക. കാരണം ആ ഒരു സമയത്ത് അധികം വരാൻ ഉണ്ടാവില്ല. കാരണം ചിലപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ആ ഒരു ടൈമിലൊക്കെ കാര്യം ആൾ കയറി വരിക. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊക്കെ ഒരു ശീലമായി. എന്താ പറയുക, നമ്മൾ ഒന്നിച്ചാണെങ്കിൽ കൂടി പല മൊമെൻറ്റിലും നമുക്ക് ഒന്നിച്ച് നിൽക്കാനും പറ്റില്ല. അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് ആദ്യം വിചാരിച്ചിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് മോനിക്ക് കൊടുന്ന ചോറിൻ്റെ കപ്സയുടെ റൈസ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് മതിയെന്ന് വിചാരിച്ച്. പിന്നെ ഈത്തപ്പഴമല്ലേ കേട്ടോ, ഈത്തപ്പഴം ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വെള്ളം വെച്ചിട്ട് നോമ്പ് തുറക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങൾ. നോമ്പായി കഴിഞ്ഞാൽ തന്നെ വല്ലാത്തൊരു സമാധാനവും സന്തോഷമാണ്. അതിപ്പോൾ റമദാൻ തന്നെ ആവണമെന്നില്ല, നമ്മൾ എടുക്കുന്ന സുന്നത്ത് നോമ്പാണെങ്കിലും ഇതേപോലത്തെ നോമ്പാണെങ്കിലൊക്കെ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു തിരക്കും അതിന് ശേഷം നമ്മൾ ഒന്നിച്ചുള്ള ഇഫ്താറും അതൊക്കെ ഭയങ്കര ഒരു രസമാണ് കേട്ടോ. എനിക്ക് പിന്നെ എന്നും കൂട്ടിന് ഇവൻ തന്നെ ഉണ്ടാവുള്ളൂ. ഇവൻ പിന്നെ നോമ്പായി കഴിഞ്ഞാൽ ഇവനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ.
പിന്നെ അതിലും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവൻ ഞാൻ എന്തുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന് കുറ്റം പറയില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടി രസമുണ്ട് പക്ഷേ എനിക്കിപ്പോൾ വേണ്ട എന്ന് എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ആൾ പോകും. അല്ലാതെ ഇത് രസമല്ല അതിനുണ്ടാക്കരുത് അങ്ങനെയൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ. അൽഹംദുലില്ലാ അത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് നമ്മൾ മറ്റുള്ളവർ കുറ്റം പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ടൈം എടുത്ത് നമ്മളൊരു കാര്യം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന് കുറ്റം പറയുമ്പോൾ എനിക്കെന്തോ പെട്ടെന്ന് ദേഷ്യം വരും അങ്ങനത്തെ കാര്യങ്ങളിൽ. പിന്നെ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഈ ഡ്രിങ്കിൻ്റെ മുകളിൽ കുറച്ച് കോൺഫ്ലെക്സ് വിതറി കൊടുത്തിരുന്നു കേട്ടോ. കാരണം ഒന്നും ഫ്രൂട്ട്സ് ഒന്നും അതിലിട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതല്ലേ വിചാരിച്ചിട്ട് കുറച്ച് കോൺഫ്ലെക്സ് ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതാ മസാല കൊണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മോനിക്കത് എന്തായാലും നന്നായിട്ട് ഇഷ്ടമായി. അവൻ കുറേ ഇരുന്ന് കഴിച്ചായിരുന്നു കേട്ടോ. അത് ഈ ചീസി ആവുകൊണ്ട് അത് അവൻ അങ്ങനെയും കുറേ ഇരുന്ന് കഴിച്ചായിരുന്നു. പിന്നെ അവനക്ക് ഓൾറെഡി ഇതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ മുട്ട ബജ്ജി അങ്ങനത്തെ ടൈപ്പൊന്നും ഇഷ്ടമല്ല എന്നേ ഉള്ളൂ. ബാക്കി ഇതേപോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ ബറാത്ത് നോമ്പ് നല്ല രീതിക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ റമദാനാണ് വരുന്നത്. എല്ലാവർക്കും നല്ല രീതിക്ക് 30 നോമ്പും നല്ല രീതിക്ക് നോറ്റ് കൂട്ടാൻ കഴിയട്ടെ എന്ന് ദുആ ചെയ്യണം കേട്ടോ. അതിനുശേഷം നിസ്കാരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനങ്ങനെ മുകളിലേക്ക് പോയിട്ട് അതിന് മുന്നേ കുറച്ച് എന്താ പറയുക ഒന്ന് നല്ലൊരു സ്മെല്ല് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് സാമ്പ്രാണിയല്ല കുന്തിരിക്കം രണ്ടും ഒന്നാണ് തോന്നുന്നു എനിക്കറിയില്ല. അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബുഹൂറുണ്ടല്ലോ അതും വെച്ച് കൊടുക്കും കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇത് കത്തിക്കാറുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു വല്ലാത്തൊരു സ്മെല്ല് വരാറുണ്ട് കേട്ടോ. ഇപ്പോൾ അധികം ഞാൻ ഈ ഒരു സ്മെല്ല് എനിക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിട്ടും പറയില്ലേ അതേപോലെയാണ്. അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് കത്തിച്ച് നോക്കി അടിപൊളിയാണ്. അതിനുശേഷം പിന്നെ നിസ്കാരം ഓത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് മുകളിൽ തന്നെ ആയിരുന്നു. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് പുണ്യമായിട്ടുള്ളൊരു മാസമാണ്. ആ മാസത്തിൽ ഒരുപാട് ദുആകൾ ചെയ്യാനും ഒരുപാട് ഇബാദത്തുകളിൽ മുഴുകാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. നമ്മൾ പല സമയത്തും നമ്മൾ പല കാര്യങ്ങളിലും മുഴുകിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മറന്നു പോകുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം കൊടുക്കാത്തൊരു കാര്യമാണ് നമ്മളുടെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് കൂടുതൽ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതിന് തൗഫീക്ക് നൽകട്ടെ പടച്ചോന്. അതിന് എന്താ പറയുക ടൈമും നമുക്ക് കണ്ടെത്താൻ കഴിയട്ടെ. അപ്പോൾ അങ്ങനെ പിന്നെ അതാ രാത്രിക്ക് ഞാനിതാ ഇവിടെ ഫ്രഷ് ക്രീം ഇരുന്നിരുന്നു. അപ്പം നമ്മുടെ ഫ്രഷ് ക്രീമിൽ ഹണി ചേർത്തിട്ട് കുബൂസ് കഴിക്കുന്നുണ്ടല്ലോ. അതിപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഇതാ ഇപ്പോഴാട്ടോ ട്രൈ ചെയ്യാൻ ടൈം കിട്ടിയത്. അപ്പോൾ കുറച്ച് ഹണി ഇരുന്നിരുന്നു. അപ്പോൾ ഇത് അതിലേക്ക് ഒഴിച്ച് നോക്കി. പക്ഷേ എനിക്ക് വലിയ ടേസ്റ്റ് ഒരു നോർമൽ ടേസ്റ്റാണ് തോന്നിയത്. മോൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ എക്സ്പ്രഷൻ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ചിലപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് പറ്റാത്തതായിരിക്കാം. എനിക്ക് ഓക്കെ ആയിരുന്നു തോന്നിയത്. വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല, ഓക്കെ ആയിരുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. സംഭവം ഇത് ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അതിലേക്ക് ഹണി ചേർത്തിട്ട് കുബൂസ് മുക്കിയിട്ട് കഴിക്കുക എന്നുള്ളതാട്ടോ. അപ്പോൾ ഞാൻ ഈ കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല, പക്ഷെ എന്നാൽ വലിയ ടേസ്റ്റും തോന്നിയില്ല. ഒരു നോർമൽ ഓക്കെയാണ് എന്നുള്ള ലെവലാണ്. ഇനി ഞാൻ മോൻ്റെ കാര്യം ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൻ എന്താ പറഞ്ഞത് ഓൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്താ പക്ഷേ എന്ത് കഴിക്കും കുഴപ്പമില്ല, ഇഷ്ടമായ ഇഷ്ടമായത് കുഴപ്പമില്ല. ഓക്കാനിക്കാൻ വരുന്നുണ്ടോ? അപ്പം അതിങ്ങണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ അതിലും നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും. ഓക്കെ ബൈ.